നമസ്കാരം. വാഹനത്തിൽ AC റീഫില്ല് ചെയ്യുന്ന എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ വാഹനത്തിൽ AC ഗ്യാസിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ചെറിയ പൈപ്പിൻ്റെ പോർഷനിൽ നിന്ന് ഉരഞ്ഞിട്ട് ഗ്യാസ് ലീക്കാവുന്ന ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗ്യാസ് എല്ലാം ഫില്ല് ചെയ്ത് ഗ്യാസ് എല്ലാം ഫില്ല് ചെയ്ത് കംപ്രസറിൻ്റെ ഓയിലും എല്ലാം മാറി എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ നോക്കാം, ക്ലസ്റ്റർ നോക്കുമ്പോൾ പറയാം ഓണാണ്, AC ഓണാണ്, പിന്നെ ഡീഫോഗർ ഓണാണ്, എല്ലാ സംഭവങ്ങളും വർക്കിംഗ് ആണ്. പക്ഷേ ഇതിലൊരു ഫോൾട്ട് പറ്റി ഇവർക്ക്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ AC ഇടുന്ന സമയത്ത് ഒരു ഒച്ചയും ബഹളമാണ്, മുന്നിൽ നിന്ന് ഒരു ഒച്ചയും ബഹളം. അതായത് കണ്ടൻസർ ഫാന് ഭയങ്കരമായിട്ട് വർക്കാവുകയാണ് ചെയ്യുന്നത്. അതായത് ഓട്ടോമാറ്റിക് ഫാനാണ് വരുന്നത്. കണ്ടൻസർ ഫാന് ഏകദേശം വണ്ടിക്കെല്ലാം ഓട്ടോമാറ്റിക് ഫാനാണ് വരുന്നത്. പക്ഷേ AC ഇടുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒച്ചയാണ് ഇതിൽ കേൾക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ അഡ്ജസ്റ്റർ ഇത് പോയി, ഇത് വർക്കിംഗ് അല്ല, ഇത് എവിടെയോ ഉടക്കുകയാണ്, ഇത് അങ്ങോട്ട് പോകുന്നില്ല, ഇത്രേ വരുന്നുള്ളൂ. ഇവിടെ വന്നിട്ട് ഇത് ഇവിടെ ഉടക്കുകയാണ്, അതായത് അരഭാഗേ പോകുന്നുള്ളൂ. കംപ്ലൈൻ്റ് ആണ്. വലിയൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിയർ ലിവറിൻ്റെ സെലക്ടർ റോഡ്, അതായത് നിങ്ങൾ തട്ടുമ്പോൾ അറിയാം, അകത്ത് മണി അടിക്കുന്ന പോലത്തെ ഒരു സൗണ്ടാണ്. വണ്ടി സ്റ്റാർട്ടിലാണ് നിൽക്കുന്നത്, AC ഓണാണ്, ഡീഫോഗർ ഓണാണ്, ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷേ ഈ അഡ്ജസ്റ്റർ കംപ്ലൈൻ്റായി, അകത്തൊന്നും പുറത്തൊന്നും എയറെടുക്കുന്ന അഡ്ജസ്റ്റർ കംപ്ലൈൻ്റായി. പിന്നെ ഇപ്പോഴും സൗണ്ട് പോയി, ആ മുന്നിലത്തെ ഒച്ച പോയി, ഇപ്പോഴും വീണ്ടും ഒച്ച തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പല വാഹനം ഓടിക്കുന്ന വാഹന ഉടമകൾക്കും അല്ലെങ്കിൽ ഡ്രൈവർമാർക്കും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഇത് എന്താണ് കംപ്ലൈൻ്റ് എന്ന് പലർക്കും അറിയത്തില്ല. നിങ്ങളുടെ വാഹനത്തിനും AC ഗ്യാസ് റീഫില്ല് ചെയ്യുന്ന സമയത്തും പിന്നെ വാഹനം സർവീസിന് കൊടുക്കുന്ന സമയത്ത്, അതായത് AC സർവീസിന് കൊടുക്കുന്ന സമയത്തും ഈ ഒരു കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് കംപ്ലൈൻ്റ് ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. അതായത് AC ഗ്യാസ് റീഫില്ല് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നാലോ അല്ലെങ്കിൽ ഓടാൻ തയ്യാറായി നിൽക്കുന്ന സമയത്തോ ഫുള്ള് ഇതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മെനക്കെട്ട് നമ്മുടെ വാഹനത്തിൻ്റെ, അതായത് ഈ കൂളിങ്, ഹീറ്റർ, അതുകൂടാതെ തന്നെ ഈ കാണുന്ന എല്ലാ മോഡുകളും എല്ലാ പോർഷനിലോട്ടും എയർ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം. കൂളിങ്, AC കൂളിങ് എല്ലാം ക്ലിയർ ആണ് എന്ന് ഉറപ്പ് വരുത്തണം. അതുകൂടാതെ തന്നെ എല്ലാ മോഡിലോട്ടും, അതായത് റെഗുലേറ്റർ സ്പീഡ്, ഈ കാണുന്ന റെഗുലേറ്ററിൻ്റെ സ്പീഡ് എല്ലാ ഭാഗത്തോട്ടും കാറ്റ്, അതായത് ഈ കാണുന്നത് ഇതേപോലെ എല്ലാ ഭാഗത്തോട്ടും കാറ്റ് എത്തുന്നുണ്ടെന്ന് നോക്കി ഉറപ്പ് വരുത്തണം. തണുപ്പ് എല്ലാം ക്ലിയർ ആണെന്ന് നോക്കി ഉറപ്പ് വരുത്തണം. എല്ലാ പോർഷനിലോട്ടും ഇത് വർക്കിംഗ് ആണെന്ന് നിങ്ങൾ നോക്കി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം. ഒരു പക്ഷേ നിങ്ങൾക്കിതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ അറിയാമെന്നുള്ള ആരെങ്കിലും കൊണ്ടുപോയി നോക്കി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ എടുക്കാവൂ. അത് ഒന്നാമത്തെ വശം. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് ഈ കാണുന്ന ഇതേപോലെ ഷോർട്ട് ഗിയർ വരുന്ന, ഡാഷിൽ നിന്ന് ഷോർട്ട് ഗിയർ വരുന്ന എല്ലാ വാഹന ഉടമകളും ഈ ഗിയർ സെലക്ടർ റോഡും ചെലങ്ക കിലുങ്ങണ പോലത്തൊരു കിലുക്കം വരെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗിയർ ഇടുന്ന സമയത്തും ഈ ഒരു കിലുക്കമുണ്ട്. ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്തും സൗണ്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെന്ന് നിങ്ങൾ നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ വാഹനം കൊണ്ടുവരാവൂ. ചിലപ്പോൾ ഓടി കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. എന്നാൽ പോലും ഓടുന്ന സമയത്ത് എന്തെങ്കിലും മിസ്സിങ്ങോ കംപ്ലൈൻറ്റോ അതേപോലെ കിലുക്കമോ ഉണ്ടെങ്കിൽ അത് എവിടെയാണ് പണി ചെയ്ത അവിടെ കൊടുത്ത് അതിൻ്റെ കംപ്ലൈൻറ്റിൻ്റെ പരിഹാരം കണ്ടെത്തി കുഴപ്പമില്ലാത്ത രീതിയിൽ പരിഹാരം കണ്ടെത്തിയതിന് ശേഷം മാത്രം വാഹനം ഓടുവാൻ ശ്രമിക്കണം. AC ആണ്. മറ്റൊരു കാര്യം പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ വാഹനത്തിൻ്റെ AC ഗ്യാസ് റീഫില്ല് ചെയ്യുന്ന സമയത്ത് കൂളിംഗ് കോയിൽ നല്ലവണ്ണം ചെക്ക് ചെയ്യണം. കൂളിംഗ് കോയിൽ എല്ലാ വാഹനത്തിൻ്റെയും ഡാഷിൻ്റെ അടിഭാഗത്തോ അല്ലെങ്കിൽ ഈ ഗ്ലോ ബോക്സിൻ്റെ അടിയിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഓരോ വാഹനത്തിനും ഓരോ രീതിയാണ്. ചില വാഹനത്തിന് മുന്നിലൊക്കെ കാണും. എന്നാൽ പോലും
കൂളിംഗ് ഓയിൽ നല്ലവണ്ണം ക്ലീൻ ചെയ്യണം. കംപ്രസർ ഓയിൽ കുറവുണ്ടെങ്കിൽ അതിന് റീഫില്ല് ചെയ്യണം. എൻ്റെ ഒരു അഭിപ്രായം പറയുന്നെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ടോപ്പ് അപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഗ്യാസ് റീഫില്ല് ചെയ്ത ശേഷം ഗ്യാസ് വരുന്ന എല്ലാ ലൈനും, അതായത് ഈ വരുന്ന ലൈനുകളെല്ലാം ഇതിലോട്ട് ഫ്രണ്ടിലോട്ടും പുറകിലോട്ടും, ചില വാഹനത്തിനൊക്കെ പുറകിലൊക്കെ എയർ വെൻ്റ് വരുന്നുണ്ട്, പുറകിലും മുന്നിലും. പിന്നെ അതുകൂടാതെ തന്നെ ഇലക്ട്രിക്കൽ പോർഷൻ, അതായത് എ സിയുടെ ഇലക്ട്രിക്കൽ പോർഷൻ ക്ലസ്റ്റർ ഓൺ ചെയ്തിട്ടുണ്ട്. എ സിയുടെ ഇലക്ട്രിക്കൽ പോർഷൻ, ഡീഫോഗർ, പിന്നെ എ സിയുടെ റിലേ, ഫ്യൂസ് എല്ലാം ചെക്ക് ചെയ്ത് കംപ്ലൈൻ്റ് ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ വാഹനം ഓടുവാൻ പാടുള്ളൂ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു വാഹനത്തിൻ്റെ എ സിയുടെ ഗ്യാസ് ടോപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാഹനത്തിന് എത്ര 1000 കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര മാസത്തേക്ക് വാറൻറ്റി ഉണ്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. പലർക്കും അതിൻ്റെ കാര്യം അറിയത്തില്ല. പല വാഹന ഉടമകളും ഗ്യാസ് റീഫില്ല് ചെയ്തതിന് ശേഷം കൊണ്ടുവരും, പിന്നെ കൊണ്ടുവന്ന് ഷെഡിലിട്ടേക്കും, ഓടാറില്ല. കുറേ നാൾ കഴിയുമ്പോഴേ എലി കയറിയിട്ട് അതിൻ്റെ വയറിംഗ് കിറ്റും ബാക്കി മറ്റു പാർട്സുകളും എല്ലാം കടിച്ചു മുറിക്കാറാണ് പതിവ്. പലരുടെ അനുഭവത്തിൽ നിന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ കാര്യം എടുത്തു പറഞ്ഞത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നത്, എ സി ഗ്യാസ് റീഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വാഹനം ഓടി സീറ്റിംഗ് ആയതിന് ശേഷം എന്തെങ്കിലും കംപ്ലൈൻറ്റോ പ്രശ്നമോ ഉണ്ടെങ്കിൽ അത് ചെയ്തു തന്ന വർക്ക്ഷോപ്പിൽ മെക്കാനിക്കുമായിട്ട് സംസാരിച്ച് ആ കംപ്ലൈൻറ്റ് പരിഹരിച്ച ശേഷം ഓടണം. ചില വാഹന ഉടമകൾ ഇതെല്ലാം ടോപ്പ് അപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഷെഡിൽ കൊണ്ടുവന്ന് ഇടാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പരമാവധി വാഹനം ഓടുവാൻ ശ്രമിക്കണം. അത് എ സി ഇട്ട് തന്നെ ഓടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ.